മാസപ്പടി കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിൽ വ്യക്തത വരുത്താതെ വീണ വിജയൻ എക്സാലോജിക്ക് ലാഭകരമായിരുന്നില്ല എന്നും കടുത്ത നഷ്ടത്തിലേക്ക് കമ്പനി കൂപ്പുകുത്തിയെന്നും വീണ. CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യൽ തുടരും. നിശയുണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. നിശ, വെരി ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നല്ല മഴയാണെന്ന് തോന്നുന്നു രാവിലെ. അതുപോലെ തന്നെയാണ് വീണയുടെ മനസ്സിലും വലിയൊരു പേടി മഴ അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഇഡി നിർണായക ചോദ്യങ്ങൾ വീണയോട് ചോദിച്ചു, പക്ഷെ അതിനൊന്നും വീണയ്ക്ക് ഉത്തരമില്ല. എന്തുകൊണ്ടായിരിക്കും നിശ്ചയ വീണയ്ക്ക് ഉത്തരമില്ലാത്തത്? ഒപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയിൽ നിന്നും ചോദിച്ചറിയാൻ ശ്രമിച്ചത്? ഒപ്പം ഇനി വീണയ്ക്ക് എത്ര വരവ് കൂടി ഇഡി ഓഫീസിലേക്ക് വരേണ്ടി വരും? അശ്വതി, രാഖി, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്കൂർ 20 മിനിറ്റ് നീണ്ട ചോദ്യം ചെയ്യലിനായിരുന്നു വീണ വിധേയായത്. എന്തായാലും ഈ വീണയുടെ ഉത്തരങ്ങളിൽ ഇടിക്ക് തൃപ്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കൃത്യമായി തന്നെ വിദേശ ബാങ്ക് ഇടപാടുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വിദേശ അക്കൗണ്ടുകളെക്കുറിച്ചുള്ള ഇഡിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ വീണയ്ക്കായില്ല. അതുകൊണ്ട് തന്നെ ഈ വീണയുടെ മൊഴികളൊക്കെ ഒന്നുകൂടി വിശകലനം ചെയ്ത ശേഷം വീണ്ടും ഒരുപക്ഷെ വീണയെ വിളിച്ചു വരുത്തിയേക്കും. അതിന് ആ കാര്യങ്ങളിലേക്കും ഇടി കടക്കും. എന്തായാലും നമുക്കറിയാം, ഇന്നലെ കൃത്യസമയത്ത് തന്നെ, അതായത് 10:00 തന്നെ വീണ ടി ചോദ്യം ചെയ്യാനായി ഇഡിയുടെ കൊച്ചി സോണൽ ഓഫീസിലേക്ക് എത്തിയിരുന്നു. 9 മണിക്കൂർ 20 മിനിറ്റ് നീണ്ട ചോദ്യം ചെയ്യലിൽ വീണയോട് ഈ എക്സാലോജിക് സൊല്യൂഷൻസിനെ കുറിച്ചും ഒപ്പം തന്നെ ഈ CMRLുമായുള്ള മാസപ്പടി സംബന്ധിച്ച കൂടുതൽ വ്യക്തത നേടാനുള്ള ചോദ്യങ്ങളായിരുന്നു ഇഡി ചോദിച്ചത്. ഇതിൽ ഈ വിദേശ അക്കൗണ്ടുകളിൽ വ്യക്തത വരുത്താൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ CMRLുമായി ഉണ്ടാക്കിയ കരാറുകളെക്കുറിച്ചും ഒക്കെ തന്നെ ഇഡി വീണയോട് കൃത്യമായി തന്നെ ചോദിച്ചു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഈ CMRL അധികൃതർ ഇഡി ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു. എന്തായാലും അവരുടെ മൊഴികളൊക്കെ വിശകലനം ചെയ്ത ശേഷമാണ് ഇന്നലെ വീണയെ ഇഡി ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും എക്സാലോജിക് സൊല്യൂഷൻസ് ലാഭകരമായിരുന്നില്ല, അത് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല എന്നാണ് വീണ ഇഡി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്തായാലും ഈ വലിയ നഷ്ടത്തിലേക്ക് എക്സാലോജിക് സൊല്യൂഷൻസ് കൂപ്പുകുത്തി എന്നായിരുന്നു വീണയുടെ മറുപടി. ഇന്നലെ നടന്ന 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിലും പല ഘട്ടങ്ങളായി ചോദ്യം ഉന്നയിച്ചെങ്കിലും കൃത്യമായ ഉത്തരം നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഈ CMRLുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നെല്ലാം വീണ ഒഴിഞ്ഞു മാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇനിയും ഒരു പക്ഷേ കൃത്യമായി തന്നെ പറയുകയാണെങ്കിൽ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ ഇന്നടക്കം വരും ദിവസങ്ങളിലെല്ലാം തന്നെ തുടരും. ഇനിയും CMRLന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം പലരെയും ചോദ്യം ചെയ്യാനുണ്ട്. CMRLന്റെ ജോയിന്റ് ഡയറക്ടർ ശരണസ് കർത്ത അടക്കമുള്ള ആളുകളാണ്. വീണയ്ക്ക് മുൻപ് ഈ CMRL ഉന്നതരെ ചോദ്യം ചെയ്തിരുന്നു ശരണസ് കർത്ത, ഒപ്പം തന്നെ ജയ കർത്ത എന്നിവരുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. അത് സംബന്ധിയായ ചില ക്രോസ് ചെക്കിംഗ് അടക്കം ഇന്നലെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം ശരണസ് കർത്തയെ ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ നിപുണയുടെ MD ആയ ഷിബിഎസ് കർത്തയെയും ഒപ്പം തന്നെ ജയ കർത്തയെയും അടക്കമാണ് ചോദ്യം ചെയ്തത്. ഇനി CMRLന്റെ ഉന്നത പദവിയിലുള്ള പല ആളുകളും ഇനി ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടതുണ്ട്. ഇവർക്കും ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ രീതിയിൽ CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യലുകൾ തുടരുമെന്നാണ് ഇഡി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ എക്സാലോജിക് സൊല്യൂഷൻസ് വലിയ നഷ്ടമാണ് തനിക്ക് ഉണ്ടാക്കിയതെന്നായിരുന്നു വീണ ഇന്നലെ പല ഘട്ടങ്ങളിലായി നടന്ന ചോദ്യം ചെയ്യലിൽ ഇഡിയോട് വെളിപ്പെടുത്തിയത്. ഒപ്പം തന്നെ ബംഗളൂരുവിലടക്കമുള്ള എക്സാലോജിക്കിൻ്റെ ശാഖകളിൽ തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. CMRLന്റെ അതേസമയം CMRL സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഈ അക്കൗണ്ടുകളിലേക്കൊക്കെ ഇത്രയും പണം എത്തിയത് എന്ന CMRL സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് വീണ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും ചോദ്യം ചെയ്യലുകൾ തുടരും. ഒരുപക്ഷെ ഈ CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇനിയും ഇഡി വീണയെ വിളിച്ചു വരുത്തുക. വീണയുടെ ഉത്തരങ്ങളിൽ നിന്ന് ഇഡിക്ക് തൃപ്തികരമായ മറുപടി ലഭിച്ചിട്ടില്ല. കാരണം പ്രത്യേകിച്ചും ഈ വിദേശ അക്കൗണ്ടുകളിലെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് വീണ കൃത്യമായി മറുപടി നൽകാതിരുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസ് തനിക്ക് വലിയ സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല, മാത്രമല്ല നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്കാണ് എക്സാലോജിക്ക് കൂപ്പുകുത്തിയത് എന്ന് മാത്രമായിരുന്നു വീണയുടെ മറുപടി. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ CMRL ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം വീണയെയും വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അശ്വതി, ശരി നിഷ, അത് തന്നെയാണ്. വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മാസപ്പടി കേസിൽ ഓരോ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ ഉത്തരം വീണയ്ക്ക് നൽകാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ഈ 9 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ മനസ്സിലാക്കിയ വിവരം. എന്തായാലും CMRL ഉന്നതരുടെ ചോദ്യം ചെയ്യൽ തുടരും. വീണ്ടും വീണയും CMRL ഉദ്യോഗസ്ഥരുമായി വിളിച്ചു വരുത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ചോദ്യശരങ്ങൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മുടെ വീണ വിജയൻ, പിണറായിയുടെ മകൾ, ഇഡിക്ക് മുന്നിൽ വിറച്ചുപോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ.
ഇതിലൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. വീണയ്ക്ക് 2.78 കോടി രൂപ കിട്ടിയല്ലോ. പക്ഷെ ഇത്രയും കോടി കിട്ടിയിട്ടും വീണ ഇഡിയുടെ മുൻപിൽ വ്യക്തമാക്കിയത് എക്സാലോജിക് കമ്പനി നഷ്ടത്തിലാണ്. നഷ്ടമായിരുന്നു. അതായത് സാധാരണ മനുഷ്യർക്ക് പോലും മനസ്സിലാകുമേ എന്ത് വിരോധാഭാസമാണ് അല്ലെങ്കിൽ അതായത് എന്ത് ഇത്ര വിചിത്രമായ നഷ്ടത്തിൽ ന്യായമാണ്. കൂപ്പുകുത്തിയ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അശ്വതി 2 കോടിയിലേറെ രൂപ ചെലവാക്കിയത് അല്ല, എന്നുള്ളതാണ്. 2.78 കോടി എങ്ങനെ വീണയ്ക്ക് കിട്ടി? കമ്പനി നഷ്ടമാണെങ്കിൽ എത്ര ആ കോടിക്കണക്ക് എവിടെ നിന്ന് വന്നു? അതൊരു നിർണായക ചോദ്യം തന്നെയാണ്. എന്തായാലും നിശ്ചയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.